നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പട്ടാഴിമുക്ക് അപകടത്തിൽ ദുരൂഹത നീക്കാൻ ഒരുങ്ങുകയാണ് അടൂർ പോലീസ്. കാർ മനഃപൂർവ്വം ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ ദുരൂഹത നീക്കുവാൻ ശാസ്ത്രീയ അന്വേഷണം നടത്തും. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന അനൂജ രവീന്ദ്രനെ വഴിമധ്യേ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയ ഹാഷിം എന്തിന് മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റി എന്നാണ് പ്രാഥമിക നിഗമനം. രാസപരിശോധനയ്ക്ക് പുറമെ അനൂജയുടെയും ഹാഷിമിന്റെയും മൊബൈൽ ഫോണുകളിലെ വിവരങ്ങളും പരിശോധിക്കും. മരിച്ച ഹാഷിമിന്റെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ സംസ്കരിച്ചു. അനൂജയുടെ സംസ്കാരം ഇന്ന് നടക്കും. ബന്ധുക്കൾക്ക് ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് പോലും ഒന്നും അറിയില്ല എന്നും മറുപടി നൽകിയിട്ടുണ്ട്. ഇത് ഇരു കുടുംബങ്ങളിലും ആവർത്തിക്കുമ്പോൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകുമെന്ന വിശ്വാസത്തിലാണ് പോലീസ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാസപരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ മരിച്ച രണ്ടുപേരുടെയും മൃതദേഹങ്ങളിൽ നിന്നും ശേഖരിച്ചു. വാഹനാപകടം നടന്ന സമയത്ത് ഇരുവരും ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും കണ്ടെത്തി. മൊബൈൽ ഫോണിന്റെ ലോക്ക് അഴിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ വിദഗ്ധ പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിലേക്ക് ഫോണുകൾ അയക്കും. വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ വീണ്ടെടുക്കുവാനാണ് ശ്രമം. അനൂജയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനെടുക്കാൻ ഹാഷിം തീരുമാനിച്ചതെന്ന അഭ്യൂഹം ശക്തം തന്നെയാണ്. ഇതിനെയാണ് വ്യക്തത വരുത്തുവാൻ പോലീസ് ശ്രമിക്കുന്നത്. ജീവനെടുക്കാൻ ഇരുവരും ഒന്നിച്ച് തീരുമാനിച്ചെന്ന വാദം സജീവം. അപകടം ഉണ്ടാകും മുൻപേ അനൂജ അവസാനമായി സംസാരിച്ച തുമ്പമൺ സ്കൂളിലെ അധ്യാപകരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ദൃക്സാക്ഷികൾ രംഗത്ത് വന്നതാണ് ഇതിനുള്ള കാരണം. കാർ നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കയറിയതാണെന്ന് അടൂർ സ്വദേശികളായ ശങ്കർ പറയുന്നത്. കാറിന്റെ ഒരു വശത്ത് ഡോറിന് പുറത്തേക്ക് കാലുകൾ നീണ്ടുകിടക്കുന്നത് കണ്ടുവെന്നും കാറിനുള്ളിൽ മൽപ്പിടുത്തം നടന്നുവെന്നും ശങ്കർ പറയുന്നു. കാർ അമിത വേഗതയിലായിരുന്നു എന്നാണ് ലോറി ഡ്രൈവറായ ഹരിയാന സ്വദേശി റംസാൻ പറയുന്നത്. താൻ ലോറി വളരെ പതുക്കെയാണ് ഓടിച്ചതെന്നും കാർ തെറ്റായ ദിശയിൽ വന്ന് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്നുമാണ് റംസാന്റെ വിശദീകരണം. ഓടിക്കൊണ്ടിരിക്കവേ വാഹനത്തിന്റെ മുന്നിലുള്ള ഡോർ തുറക്കുന്നത് കണ്ടുവെന്ന് മറ്റൊരു ദൃക്സാക്ഷിയായ നിസാർ റാവുത്തറും പറയുന്നു. വാഹനത്തിനകത്ത് മൽപ്പിടുത്തം നടന്നുവെന്ന സംശയത്തെ സാധൂകരിക്കുന്നതാണ് നിസാറിന്റെ വെളിപ്പെടുത്തൽ. വാഹനം കൃത്യമായ നിയന്ത്രണത്തിലായിരുന്നുവെന്നും നിസാർ പറയുന്നു. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അനൂജയെ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്ന് ഹാഷിം കൂട്ടിക്കൊണ്ടുപോയെന്നാണ് അനൂജയുടെ സഹപ്രവർത്തകർ പറഞ്ഞത്. ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് അധ്യാപകയോട് അനൂജ പറഞ്ഞിരുന്നതായും സൂചനയുണ്ട്. അനൂജയും ഹാഷിമും ഏറെക്കാലമായ സൗഹൃദത്തിലായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഹാഷിമും അനൂജയുമുള്ള പരിചയത്തെക്കുറിച്ച് ഇരു വീട്ടുകാർക്കും അറിവുണ്ടായിരുന്നില്ല. വ്യാഴാഴ്ച രാത്രി 11:30 അപകടം സംഭവിച്ചത്. അനൂജ, ഹാഷിം എന്നിവരാണ് മരണപ്പെട്ടത്. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന അനൂജയെ ട്രാവലർ തടഞ്ഞു നിർത്തിയായിരുന്നു ഹാഷിം കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. തുമ്പമൺ നോർത്ത് പോലീസ് GHS സ്കൂളിലെ അധ്യാപികയാണ് നൂർനാട് സ്വദേശിയായ അനൂജ. സ്കൂളിലെ അധ്യാപകർക്കൊപ്പമായിരുന്നു അനൂജ വിനോദയാത്രയ്ക്ക് പോയത്. മടങ്ങി വരുന്ന വഴി ഹാഷിം ട്രാവലർ തടഞ്ഞു നിർത്തിയായിരുന്നു അനൂജയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. അമിത വേഗത്തിൽ കാർ ലോറിയിലേക്ക് ഇടിപ്പിച്ചെന്നും അനൂജ മർദ്ദനമേൽക്കുന്നതിന് കണ്ടെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. കുളക്കടയിൽ വെച്ചായിരുന്നു ഹാഷിം അനൂജിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. കാറിൽ കയറി മിനിറ്റുകൾക്കകം അപകടം നടന്നതായും പോലീസ് പറയുന്നു. കാറിൽ അനൂജയ്ക്ക് മർദ്ദനമേറ്റുന്നത് കണ്ടതായി ഏനാദിമംഗലം പഞ്ചായത്ത് അംഗം ശങ്കർ മാലൂർ പറഞ്ഞു. വാഹനത്തിൽ അനൂജയും പുരുഷനും ഉണ്ടായിരുന്നു എന്നും മർദ്ദനമേറ്റ അനൂജ കാറിൽ നിന്നും ഇറങ്ങി വീണ്ടും കയറുന്നത് കണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഹാഷിം അനുജനാണെന്നാണ് അനൂജ കൂടിയുണ്ടായിരുന്നവർ പറഞ്ഞത്. എന്നാൽ ഇരുവരും തമ്മിൽ പരിചയമുള്ളതായി അറിയില്ലെന്ന് രണ്ടുപേരുടെയും ബന്ധുക്കൾ പറയുന്നു. വാഹനാപകടത്തിൽ ദുരൂഹത സംശയിക്കുന്നില്ല എന്നും മരിച്ച ഹാഷിമിന്റെ ബന്ധുക്കൾ നാസർ അഹമ്മദ് പറഞ്ഞു. അമിത വേഗതയിലുണ്ടായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ഹാഷിമിന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്.